പരീക്ഷാ ദിവസം അടുക്കും തോറും നെഞ്ചിലൊരു മിടിപ്പ് കൂടും. ആർക്കും? ഈ പരീക്ഷയെ ഗൗരവമായി സമീപിക്കുന്നവർക്കല്ല. ഒന്ന് നന്നായി പഠിച്ചവർ, ചിലത് അവിടെ ഇവിടെയൊക്കെ പഠിച്ചവർ. നന്നായി പഠിച്ചവർക്ക് ഈ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കണം. അതിന് പെട്ടെന്നൊക്കെ ഇതൊക്കെ ഒന്നും റിവൈസ് ചെയ്യാനുണ്ട്. മറ്റു ചിലരാകട്ടെ കുറച്ചൊക്കെ അവിടെയും ഇവിടെയും പഠിച്ചിട്ടുണ്ട്, പക്ഷേ പഠനത്തിൽ അവർക്ക് തന്നെ പോരായ്മയുണ്ടെന്നറിയാം. കുറേ കൂടി ടോപ്പിക്സുകൾ കവർ ചെയ്യാനുണ്ട്. രണ്ടു പേർക്കും ഗുണപ്രദമായ, അതായത് പഠിച്ചത് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്തെടുക്കാനും, നിങ്ങൾ എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആ മേഖലകളിലൂടെ കടന്നുപോയി അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റാവുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അവസാനം വരെ കാണുക. SCERT ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് റിവൈസ് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാം പരീക്ഷയ്ക്ക് വരുന്നവ. ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MB. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരലല്ല. 2025 ഒരു സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ എങ്ങനെ പഠിക്കാം, എങ്ങനെ പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സും അതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. ആ പഠിച്ചത് തന്നെ ഇനിയുള്ള എക്സാമുകൾക്ക് ഡീപ്പായിട്ട് മറന്നു പോവാതെ പഠിക്കാനുള്ള വഴി. അപ്പോൾ SQR3 മെത്തേഡുമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ ഓർമ്മയിൽ നിർത്താൻ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, ഏതാണ് ഹോട്ട് ടോപ്പിക്സ്, 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരു ഫ്രീ കോച്ചിങ് ക്ലാസ്സുകളാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ടെലിഗ്രാമിലും രണ്ടിലും അംഗമാവുക. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്നും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ തരും, അതിൽ നിന്നുള്ള എക്സാം തരും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. വീഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ട്, എക്സാം ഇട്ടിട്ട് നാളെ നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാം. എക്സാമുകൾ തരും, ഒപ്പം അതിൻ്റെ PDF നോട്ട് തരും, അപ്ഡേറ്റുകൾ തരും, PSC അപ്ഡേറ്റുകൾ തരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നമ്മുടെ ഈ സൗജന്യമായ ഈ ക്ലാസ്സുകൾ കിട്ടാൻ ഓൺലൈൻ എക്സാം ഉണ്ട്, PDF ഉണ്ട്, യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഇതെല്ലാം കിട്ടാൻ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് തന്നിട്ടുണ്ട്. രണ്ടിലും ജോയിൻ ചെയ്യുക. ഓക്കെ, രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ എന്താ SQR3 മെത്തേഡ്? അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് പിന്നെ തരാം. ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്, ഒന്നും കൂടി തരാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഇതെങ്ങനെ പഠിച്ചെടുക്കാം. SQR3 എന്ന് പറഞ്ഞാൽ സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവ്യൂ. ഇതാണ്. എന്താണ് S എന്ന് പറഞ്ഞാൽ? സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവ്യൂ. നമ്മളിവിടെ സർവേ മെത്തേഡാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്. വളരെ പെട്ടെന്ന് SCERT ബുക്കുകളിലൂടെ ഒരു കടന്നുപോക്ക്. പിന്നീട് SQR3 നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ആ രീതിയിൽ നിങ്ങൾ SCERT ബുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്കുകൾ നന്നായി വന്നു ചേരുകയും ചെയ്യും. അത് ഞാൻ പിന്നീട് വിശദമായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്തുതരാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തെരഞ്ഞെടുത്ത് എഴുതുക. ഞാൻ പറയാനുള്ള കാരണം എന്തുകൊണ്ട് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഗുണകരമാകും. നിങ്ങൾ ഈ ചോദ്യം കണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ 1857 കലാപ കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ധാരാളം വരാറുണ്ട്. ഇങ്ങനെ ധാരാളം ആവർത്തിച്ച് വരുന്ന PSC ചോദ്യങ്ങൾ അവിടെ നിന്നാണ്. അത് SCERT ഈ ബോക്സിലിട്ട് കളത്തിലിട്ട് പോയിന്റ് ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് വരുന്ന പോയിന്റ് എന്നാണ് ഈ ചോദ്യങ്ങൾ അധികവും. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആൾക്കറിയാം അത് SCERT പാഠഭാഗങ്ങളാണ് ഇതിൻ്റെ സോഴ്സ്. അയാൾ മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെടാൻ പോകുന്നത് ഈ ബോക്സുകളും അതുപോലെ തന്നെ പോയിന്റ് ഇട്ട ഭാഗങ്ങളും ഒക്കെ. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വിക്കായിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ അതിലൂടെ ഒന്ന് കടന്നു പോകാം അല്ലേ. ഒരു പാഠം പഠിക്കാൻ എന്ത് മതി? 1 മണിക്കൂർ മതി എൻ്റെ അഭിപ്രായത്തിൽ, നിങ്ങൾ ശ്രദ്ധ നന്നായിട്ട് കേന്ദ്രീകരിച്ചെടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നോക്കൂ, കലാപസ്ഥലം. ഇത് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾ SCERT പാഠഭാഗം മാത്രം നോക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾ SCERT പാഠഭാഗം നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുകയല്ലേ, ക്വിക്ക് റിവിഷൻ ആണല്ലേ. അപ്പോൾ നിങ്ങൾ അവിടേക്കൊന്നും പോകണ്ട. നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് തരുന്നത്. ഇതെല്ലാ പാഠഭാഗങ്ങളും, മാത്സ് ഒഴികെ ഇംഗ്ലീഷും മലയാളവും. അത് ഇപ്പോൾ ഈ പരീക്ഷയ്ക്കില്ല ഇംഗ്ലീഷും മലയാളവും. അതുപോലെ മാത്സ് നിങ്ങൾക്കുണ്ട്. മാത്സ് ഒഴികെ ഇംഗ്ലീഷും മലയാളവും അതും ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും, കമ്പ്യൂട്ടർ അടക്കമുള്ള, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുള്ള അടക്കമുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഫലപ്രദം ഒരു പഠന രീതിയാണ് ഞാൻ ഈ പറയുന്നത്.
നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സമഗ്രയിൽ പോയി കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റും. ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ ഇപ്പോൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് അറിയാത്തത്, ചരിത്രമാണെങ്കിൽ ചരിത്രം, അതല്ലാതെ ഏത് ഭാഗമാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിലെ പാഠഭാഗങ്ങൾ എടുക്കുക, ആ പാഠഭാഗത്തിലെ ടേബിളിലൂടെ കടന്നു പോകുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, കലാപസ്ഥലം നേതാക്കന്മാർ, ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ ജോഗ്രഫിയോ ഒക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇന്ത്യ 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ്. ഇതറിഞ്ഞാൽ മതി. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമനാണ്, ഝാൻസി റാണി ലക്ഷ്മിബായിയാണ്, ലക്നൗ ബീഗം ഹസ്രത് മഹലാണ്, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോബിയാണ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ്. പിന്നീട് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സാക്ഷരതാ മിഷന്റെ തുല്യതാ കോഴ്സ്. അതും സാക്ഷരതാ മിഷൻ തുല്യത ടെക്സ്റ്റ് ബുക്ക് നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും. അവിടെ SCERT-നെക്കാട്ടും വേഗത്തിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. മുഴുവൻ വിവരങ്ങളും ഉണ്ടാവില്ല, എങ്കിൽ പോലും ഒരു ക്വിക്ക് റിവിഷൻ നടത്തുന്ന ആൾക്കോ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ട ആൾക്കോ വളരെ പെട്ടെന്ന് കുറഞ്ഞ പാഠങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാം. പിന്നീട് നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം അത് പിന്നീട് പറയാം. അപ്പോൾ നോക്കൂ, ഈ 2 പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമായി. ഈ ടൈപ്പുള്ള എല്ലാ ചോദ്യങ്ങളും ഈ 2 സോഴ്സിൽ നിന്നാണ് വരുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ, ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഡൽഹി ബീഗം ഹസ്രത് മഹൽ, അതിൽ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അല്ലാന്ന്. ഝാൻസി റാണി ലക്ഷ്മിബായിയാണ്, കാൺപൂർ നാനാ സാഹിബാണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉം മാത്രമാണ് ശരി. ഈ 2ഉം 3ഉം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ തന്നെ ഈ 2 ടേബിളിൽ നിന്നാണ്. ഈ 2 ടേബിൾ ഒന്ന് തന്നെയാണ്. അതിൽ ഇവിടെ കാൺപൂരിൽ താന്തിയ തോപ്പിനെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. കാൺപൂരിൽ ഇവിടെ എന്തുണ്ട്, താന്തിയ തോപ്പിയെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഉണ്ടോ, താന്തിയ തോപ്പിനെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് വിചാരിച്ച എല്ലാ ചോദ്യങ്ങളും SCERT ടെക്സ്റ്റ് ബുക്കും തന്നെയാണെന്ന് വിചാരിച്ചിരിക്കേണ്ട കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി പഠിക്കണം. ഓക്കെ, അപ്പം ഞാൻ കുറച്ചെണ്ണം ഇതിൻ്റെ പഠനം ഇനി ഗൗരവത്തിൽ പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ക്വിക്കറായിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുക, പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതിനോടൊപ്പം ആഡ് ചെയ്യുക. ഒന്ന് ഓർത്ത് എടുക്കാൻ നോക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസൈറ്റ് എന്ന് പറയുന്നത്. എത്ര കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് നന്നായി പഠിച്ചു പോയവർക്ക് അറിയാം. അപ്പോൾ വെറുതെ ഒരു സ്ലൈറ്റോ ഒരു റഫ് പേപ്പറോ എടുത്തിട്ട് 1857 നിങ്ങൾക്ക് ഓർമ്മയുള്ളത് മീററ്റാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 മെയ് 10-ാം തീയതി ആയിരുന്നു. 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. ജസ്റ്റ് വായിച്ചു പോയവർക്കാണെങ്കിൽ ആ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ ആ പോയിന്റൊക്കെ പെട്ടെന്ന് കണ്ടാണ്ട് പോവാം. പുതുതായി പഠിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് വിശാലമാക്കാം. എങ്ങനെ വിശാലമാക്കാം അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ വിശാലമാക്കാം. പരീക്ഷ കഴിയുന്നു, നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾ ഇങ്ങനെ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മിനിമം പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്ര മാർക്കുകൾ നിങ്ങൾക്ക് പുതുതായി കിട്ടിയിട്ടുണ്ടായിരിക്കും പുതുതായി പഠിക്കുന്നവരോട്. എന്നിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് നിങ്ങൾ എഴുതി വെച്ച നോട്ടിലുണ്ടല്ലോ, ആ നോട്ടിൽ ഈ ഭാഗം ഒന്നും കൂടി നിങ്ങൾ വിശദമായിട്ട് നോക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് എന്ത് ചെയ്യുകയാണ്, എല്ലാ SCERT പാഠഭാഗങ്ങളിലൂടെയും ക്വിക്കായിട്ട് റിവൈസ് ചെയ്തു പോയി. ഇനി ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു പരിചയം ഉണ്ടാവും, ഇത് ഏത് പാഠഭാഗത്താണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ചോദ്യഭാഗം എടുക്കുക, ആ ചോദ്യഭാഗം എടുത്തുകൊണ്ട് അവിടേക്കൊന്ന് വിശദമായിട്ട് കടന്നു പോവുക. ആ ഭാഗത്ത് കൂടെ അത് എവിടെയൊക്കെ കടന്നു പോകണം, SCERT ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകണം, പ്ലസ് തുല്യതാ പരീക്ഷയുടെ പാഠഭാഗത്തിലൂടെയും കടന്നു പോകണം. ഇപ്പം 10th പ്രിലിംസിന് തന്നെ 2000 ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഈ 2000 ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾ ആ 2000 ചോദ്യങ്ങളേ ഉള്ളൂ. ആലോചിക്കുക, ആ 2000 ചോദ്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട SCERT പാഠഭാഗവും കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്നാ വരുന്നതെന്ന്. ഇനി കിട്ടാത്ത ചോദ്യങ്ങളാണോ മാറ്റി വെക്കുക. അതെവിടെന്നാ വന്നതെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് പഠന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ 2000 വീഡിയോ ക്ലാസ്സുകളും 2000 ചോദ്യങ്ങളും ഉൾപ്പെട്ട നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് എന്ത് കിട്ടും, മറ്റേ ലിങ്ക് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കിട്ടും. അവിടെ ഉണ്ട് ഓരോ ചോദ്യവും എവിടെ നിന്നാണ് വന്നതെന്ന്. എല്ലാതും കൂടി ഒന്നിച്ചല്ല, പല വീഡിയോ ക്ലാസ്സുകളിലായിട്ട് 80 വീഡിയോ ക്ലാസ്സുകളിലായിട്ട് ഏത് പാഠത്തിനാണ് വന്നതെന്ന് കിട്ടും. അതിൻ്റെ നോട്ട് എടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും എന്താണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടും.
ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ആദ്യം ഇതിനെ സർവേ എന്നാ പറയാ, വളരെ പെട്ടെന്നുള്ള യാത്രയ്ക്ക്. ഇത് പരീക്ഷാ ദിവസത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാകും. ആ സർവേക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ആശ്രയിക്കുക, അതല്ലെങ്കിൽ തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കിനെ മാത്രം. ഓക്കെ, പിന്നീട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മാർക്ക്, ഉയർന്ന മാർക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണമല്ലോ അല്ലേ, ജോലി കിട്ടുന്നത് വരെയാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ച നോട്ട് ഒന്നുകൂടി വൃത്തിയായിട്ട് പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ പഠനം ആരംഭിക്കുക. അല്ലാതെ ഈ പരീക്ഷ വരുമ്പോൾ മാത്രമുള്ള പഠനമല്ല, സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് വിശാലമാവും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ രീതികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രം പഠിക്കുക എന്നുള്ള ഞങ്ങൾക്കൊരു രീതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ ഫ്രീ കോഴ്സ് മാത്രമല്ലാതെ, ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് ഗുണകരമാണ്, ഫ്രീ കോഴ്സ് മാത്രമല്ലാതെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ഞാനൊന്ന് പരിചയപ്പെടുത്താം. അത് 10th ലെവൽ എക്സാമുകൾക്ക് മാത്രം വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷ, ഒരു ലെവൽ പരീക്ഷയ്ക്ക് കേന്ദ്രീകരിക്കുക. ഒന്നില്ലെങ്കിൽ 10th, അല്ലെങ്കിൽ +2, അല്ലെങ്കിൽ ഡിഗ്രി. ഇതിന് 3 അപ്രോച്ചാണ് വേണ്ടത്. ബാക്കി എല്ലാം എഴുതൂ, പക്ഷെ ഏതെങ്കിലും ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഞങ്ങൾ ചാനൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പം എന്താ വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറി പോവില്ല. കുറച്ച് 10th ലെവൽ, കുറച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, കുറച്ച് +2 ലെവൽ. നിങ്ങൾ 10th ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ കാണാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ +2 ലെവലോ ഡിഗ്രി ലെവലോ ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചാനലിലേക്ക് പോവുക. ക്ലിയർ? അവിടെ എല്ലാ വിഷയങ്ങളും ഉണ്ടായിരിക്കണം. ഫ്രീ ആയി പഠിക്കുന്നവർ. ഞങ്ങളുടെ പെയ്ഡ് കോഴ്സ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, 20,000-ലധികം തസ്തികകളിലേക്കുള്ള വിവിധ നോട്ടിഫിക്കേഷനുകളാണ് ഈ വർഷം വരാൻ പോകുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഒരൊറ്റ കോഴ്സ്. ഇത് ഫൗണ്ടേഷൻ കോഴ്സ് അല്ല കേട്ടോ, കംപ്ലീറ്റ് കോഴ്സ്. ഫൗണ്ടേഷൻ കോഴ്സ് അല്ല, നിങ്ങൾ എവിടെയെങ്കിലും വിട്ടു പോവില്ല. അതിൽ നിങ്ങൾക്ക് കൃത്യമായി ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് ഇല്ലേ അതിൽ, അതറിയാതെ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, PDF നോട്ടുകൾ ഉണ്ടായിരിക്കും, ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. ഏതാ നമ്മുടെ ശൈലി? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങൾ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വഴിയൊരു പോക്ക്. പിന്നെ SCERT പാഠഭാഗങ്ങൾ, ടോപ്പിക് വൈസ് ആയിട്ട് SCERT പാഠഭാഗങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ചൊരു പോക്ക്. നമ്മുടെ മൺസൂണിന്റെ കാറ്റ് പോകുന്നില്ലേ, ഒന്ന് അറബിക്കടൽ ശാഖ, ഒന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖ, എന്നിട്ട് രണ്ടും കൂടി ഒരു സ്ഥലത്താണ്ട് ഒന്നിക്കും. എന്നിട്ട് അവിടെ വെച്ച് ഗംഭീര മഴ, നല്ല റിവിഷൻ. ആ മഴ പെയ്തതിനു ശേഷം ആ പഠിച്ച പാഠഭാഗങ്ങളിലോട്ട് ഒരു തിരിച്ചുപോക്ക്. അതോടുകൂടി നമ്മുടെ ഒരു സീസൺ അവസാനിക്കും. ആ കൃത്യമായി നിങ്ങളത് പഠിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ വർഷം തന്നെ ഒരു ലിസ്റ്റിൽ 10th ലെവലിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ജോലി ഉറപ്പിച്ചിരിക്കും, ഗ്യാരണ്ടി ഞാൻ തരുന്നു. കാരണം അത്രയും മുൻകാല ചോദ്യങ്ങൾ നമ്മൾ അതിൽ കവർ ചെയ്യും, SCERT പാഠഭാഗങ്ങൾ കവർ ചെയ്യും. ഇനി വരാൻ പോകുന്ന 5, 7, 9 ക്ലാസ്സുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഇനി മാറാൻ പോകുന്ന 6, 8, 10 ക്ലാസ്സുകളിലെ പുതിയ സിലബസും നമ്മൾ SCERT പ്രകാരമുള്ളത് അവിടെ ചേർക്കും. ഓക്കെ, ഇതിനൊരു ഡെഡിക്കേറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ അംഗമാക്കും. അവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. ആ ലേണിംഗ് പ്ലാൻ അനുസരിച്ച് പഠിച്ചു പോകാൻ നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ക്ലാസ് കിട്ടും. ഇതിന് 499 രൂപ, അഫോർഡബിൾ പ്രൈസ്. കേരള PSC മറ്റേ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ഞങ്ങളിൽ വിശ്വാസവും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. ക്ലിയർ ആയില്ലേ? ഇതൊരു ലോട്ടറി എടുക്കുന്നത് പോലെ ആരും ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. മനസ്സിലായില്ലേ? സ്ഥിരമായി പഠിക്കാൻ തയ്യാറായവർ മാത്രം, 2025 തന്നെ ജോലി വേണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ഈ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതായത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ലാഘവത്തോടു കൂടി ഒരു 100 രൂപയ്ക്ക് ഇത് നോക്കാം എന്ന് വിചാരിച്ച് വരണ്ട. ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുൾ മെറ്റീരിയൽ നിങ്ങൾക്കുണ്ട്, ഫുൾ വിഭവങ്ങളുണ്ട്, സപ്പോർട്ടും കിട്ടും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. പിന്നെ ഒരു ദിവസം നമുക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളും ഞാൻ നിർദ്ദേശിച്ചു തരും തുടർ ദിവസങ്ങളിൽ. അപ്പം ഇതാണ് ഒരു കോഴ്സ്, വെറും 499 രൂപ മാത്രം. ഒരു PSC പഠിക്കാൻ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 499 രൂപ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരു കുറച്ചൊരു വലിയ എമൗണ്ട് ആയിരിക്കും, പക്ഷെ ഒന്ന് വിചാരിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊന്നാണ് നമ്മുടെ ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള നമ്മൾ ക്വിസുകൾ റൺ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് പഠിപ്പിച്ചു പോരുക.
അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയാത്ത സ്ഥലങ്ങളിൽ ഞാൻ വീണ്ടും റിവിഷൻ നടത്തും, അതുമായി അനുബന്ധ ഭാഗങ്ങൾ പറയും. അങ്ങനെയാണ് നമ്മുടെ ലൈവ് ക്ലാസ് പുരോഗമിക്കുക. പിന്നെ എങ്ങനെയാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്, കണക്ക് എങ്ങനെയാണ് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ പറഞ്ഞു തരും. കാരണം നമ്മുടെ കണക്കിടുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കും നിങ്ങൾക്ക് ചെയ്യാൻ എത്താൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ പറയും. അപ്പോൾ അതിനുള്ള അപ്രോച്ച് എന്താണെന്ന് പറയും. എനിക്ക് അവിടെ നിന്ന് നിങ്ങൾക്കുള്ള തകരാറുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും വഴികൾ പറഞ്ഞു തരാനും പറ്റും. അത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്, 1200 രൂപ ഒരു വർഷത്തേക്ക്. ഇനി ഒന്നിച്ച് 1200 രൂപ എടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 150 രൂപ, ഒരു ദിവസം ഒരു 5 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നത്. മാസം 150 രൂപ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. രണ്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തൊന്നാണ്, ഇവിടെ രണ്ടിടത്തും നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നു, മൂന്നാമത്തേൽ ഞാൻ നിങ്ങളോടൊപ്പം വരുന്നു. പക്ഷെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തരില്ല, നിങ്ങൾ എനിക്ക് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയക്കണം. ഒരു വർഷത്തേക്ക് 5500 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. ഒരു വർഷത്തേക്ക് ഓൺലി 5500 റുപ്പീസ്. അവിടെ എന്താ, ഒരു കുട്ടിയെ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ ദിവസവും പഠിക്കുന്നുണ്ടോ, പഠനത്തിൽ നിങ്ങൾ പുറകോട്ടാണോ, നിങ്ങൾ ആ ഡെയിലി ലേണിംഗ് പ്ലാൻ കൃത്യസമയത്ത് പഠിച്ചു തീർക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് വിഷയം. ഞങ്ങൾ ആഴ്ചയിൽ ഞാൻ 2-3 തവണ നിങ്ങളെ വിളിച്ചിരിക്കും നിങ്ങൾ പുറകോട്ടാണെങ്കിൽ. ദിവസവും നിങ്ങളുടെ പഠന പുരോഗതി വിലയിരുത്തിക്കൊണ്ട് കൗൺസിലർമാർ നിങ്ങളെ വിളിക്കും. നമുക്കത് ട്രാക്ക് ചെയ്യാൻ, നിങ്ങളുടെ പഠനം ട്രാക്ക് ചെയ്യാൻ ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, പഠനം ശീലമാക്കാൻ തന്നെ ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. അതിന് കുറേ മെത്തേഡ് ഉണ്ട്. ഓരോ ദിവസവും എങ്ങനെ പഠിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് രാവിലെ തന്നെ മെസ്സേജ് കിട്ടും. നിങ്ങളുടെ ഇന്നലത്തെ പഠനവും ഈ കഴിഞ്ഞ ആഴ്ചയിലെ പഠനവും 1 മാസത്തെ പഠനവും വിലയിരുത്തി അവിടെ നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. മാത്രമല്ല എങ്ങനെയാണ് മെമ്മറി ടെക്നിക്കുകൾ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ലേണിംഗ് സ്റ്റൈലിലേക്ക് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞെടുക്കും. മാത്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംഖ്യാവബോധം വളരെ കുറവായിരിക്കും, അവിടെ നിങ്ങളെ ബാക്കപ്പ് ചെയ്യുന്നൊരു സംവിധാനമാണ്. 4999 രൂപ 100 പേർക്ക് മാത്രമാണ്. നിലവിൽ 50 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആട് മാഞ്ചിയം തേക്കിൻ്റെ കാലഘട്ടമായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അമിത വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകാറില്ല. നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം അതെനിക്ക് ഉറപ്പിക്കണം. 4999 രൂപ മാത്രം, അല്ല 5500 രൂപ മാത്രമാണ്. 1999 ഞാൻ കോഴ്സ് കൊടുത്തിരുന്നു, ഇപ്പോൾ 5500 ആണ്. 5500 ആണ്. അത് ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരും. അപ്പോൾ ഒരു 500 രൂപ കൂട്ടി മേടിക്കുന്നു മാത്രം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, അപ്പം ഇനി നോക്കൂ, നേതാക്കന്മാർ കലാപകേന്ദ്രങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്തൊരു ഭാഗം ഏതാണ്? അടുത്തത് നോക്കൂ, ഇതേ ഭാഗം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? തുല്യതാ പരീക്ഷയുടെ ഭാഗത്ത് നിന്നാണ്. അതേ പാഠത്ത് നോക്കൂ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. PSC പരീക്ഷയിലൂടെ കടന്നുപോയവർക്കറിയാം ഇതൊക്കെ എത്ര തവണ ചോദിച്ചതാ. ബ്രഹ്മസമാജം രാജാ റാം മോഹൻ റായ്, ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി, സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ആര്യ മഹിളാ സമാ പണ്ഡിത രമാഭായ്, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ടൂരാങ്ക്. നിങ്ങൾ കാണുന്ന അധിക PSC പരീക്ഷകളിലും ഇങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇത് തന്നെയല്ലേ ചോദ്യങ്ങൾ വരാറ്? അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾ സർവേ ചെയ്തു പോകേണ്ടത്? ഈ ടേബിളുകളും അവിടെ നിറം കൊടുത്ത പട്ടികളിലൂടെയും കടന്നു പോവുക. എത്ര പെട്ടെന്ന് ഒരു പാഠം, നമുക്കിപ്പോൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം പോയാൽ എത്ര പാഠങ്ങളാണുള്ളത്? 12 പാഠങ്ങളാണ് ശരിക്കും ഗൗരവമായിട്ട് കാണേണ്ടത്. പിന്നെ ഒന്നും കൂടി വിശാലമായി പോകേണ്ട പാഠങ്ങളുണ്ട്. ഈ 12 പാഠത്തിൽ അധികം കവർ ചെയ്തു ഈ ഭാഗം. അത് 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളാണ്. നിങ്ങൾക്ക് അത് മുഴുവൻ കവർ ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു 5-6 മണിക്കൂറേ കൊണ്ടുള്ളൂ. ഒരൊറ്റ അടിക്ക് എത്ര വിവരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എന്നിട്ട് നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്ത് പക്കയാക്കി നോക്ക്. നിങ്ങൾക്ക് വിഷമമുള്ള ഭാഗങ്ങളാണെങ്കിൽ അവിടേക്ക് ഒന്ന് കടന്നു പോയി നോക്ക്. നിങ്ങൾ ഇപ്രാവശ്യത്തെ എക്സാമിൽ നിങ്ങൾ ഞെട്ടിയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കണ്ടിട്ട്. ഓക്കെ, പിന്നീട് അത് എങ്ങനെ, അത് അവിടെ എടുത്തു വെക്കുക. ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാം കഴിഞ്ഞാൽ നമുക്ക് പറയാം എങ്ങനെയാണ് SQR3 മെത്തേഡ് ഉപയോഗിച്ച് നന്നായിട്ട് വിശദമായി പഠിക്കുക. SQR3 മെത്തേഡിനെ കുറിച്ച്, ഞാൻ ആ പഠന ശൈലിയെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കൂ. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. കണ്ടുവോ? ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കണ്ടു, അവിടെ ഉത്തരായി. ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്?
സെറ്റല്ലേ? നോക്ക്, ഞാൻ ഈ പറയുന്ന വഴി നിങ്ങൾക്ക് ഞാൻ കാര്യകാരണ സഹിതമാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരാറ്. നോക്കിയിട്ടുണ്ടോ? വെറുതെ തമാശയ്ക്ക് പറയല്ല ഞാൻ ചെയ്യാറ്. ഇപ്പൊ സമരങ്ങൾ അതിലൊരു ഭാഗമാണ്. അതിലെ ടേബിളാണ് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം, ഗേഡ കർഷക സമരം, അഹമ്മദാബാദ് ബിൽ സമരം 1917, 18, 18. അപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഇത് നോക്കുമ്പോൾ ഇത് നോക്കിയ ഒരാൾക്കറിയാം, 1917 ചമ്പാരൻ സത്യാഗ്രഹം തീ. ഈ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. പിന്നീട് അടുത്ത ചോദ്യം, പിന്നീട് നിങ്ങളത് ഇപ്പോഴല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ, ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം ഇങ്ങനത്തെ ഒരു നോട്ട് ഉണ്ടാക്കുന്നു, ചമ്പാരൻ സത്യാഗ്രഹം. പുതിയ ചോദ്യങ്ങൾ കാണുകയാണ് പിന്നീട് ആ 2000 ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. അതുകൂടാതെ 10th ലെവൽക്ക് പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, കർഷകർ തങ്ങളുടെ ഭൂമിയിൽ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായം തീങ്കാന്തീയ സമ്പ്രദായം. ആ തീങ്കാന്തീയ സമ്പ്രദായത്തെക്കുറിച്ച് SCRT വിശദമായി പറയുന്നില്ല. പക്ഷെ PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ പോയിന്റ് അവിടെ എഴുതി വെച്ചു. തീങ്കാന്തീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, ചമ്പാരൻ സത്യാഗ്രഹം. ഇത് മാത്രമല്ല, അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മറ്റൊരു സമരം കാണാം, നീലം കർഷക സമരം. അതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ആ നീലം കർഷക സമരം നടന്നത് ബംഗാളിലാണ്, ഇത് ചമ്പാരനില്ല. അത് ഗാന്ധിജി ഇടപെട്ട ചമ്പാരൻ സത്യാഗ്രഹവുമാണ്, നീലം കർഷകരാണ്, കൃഷിയുടെ വാണിജ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട സമരമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗം എന്താ വെച്ചാൽ, നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ക്യുക്കായിട്ട് റിവൈസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റായിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ അവിടെ രാജാറാം മോഹൻ റായിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കും. അതൊക്കെ മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അത് ടെക്സ്റ്റ് ബുക്കിൽ അത്ര വിശദമായിട്ടില്ല. പത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം തുടങ്ങിയ പത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സതി നിരോധനവുമായി ബന്ധപ്പെട്ടൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷെ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ രാജാറാം മോഹൻ റായിനെ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ വില്യം ബെന്റിക് പ്രഭുവിനെ കാണും. പിന്നെ വില്യം ബെന്റിക് പ്രഭുവിനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പൊ അത് പിന്നെ വില്യം ബെന്റിക് പ്രഭു എന്നുള്ള സെപ്പറേറ്റ് നോട്ടായിട്ട് നിങ്ങളുടെ വികസിക്കും. അങ്ങനെ നിങ്ങളുടെ നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു PSC പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്യേണ്ടത്. അങ്ങനെ SCRT ടെക്സ്റ്റ് ബുക്കും ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള സബ്ജക്റ്റ് വൈസുള്ള പഠനവും അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് വളരെ ഫ്രീ ആയി ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ നോട്ട് പഠിച്ചാൽ നിങ്ങൾ PSCക്ക് റാങ്ക് അല്ല, നിങ്ങൾക്ക് നാളെ ഒരു 10th പ്രിലിംസുകാരനോ 10th മെയിൻസുകാരനോ എന്ത് വരും, എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ശേഷിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും. ഇത്ര ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നല്ല. പക്ഷെ നിങ്ങളുടെ പഠന ശൈലിയുടെ പ്രശ്നമാണ്. ഇത് എത്ര തവണ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും സംശയം വരും. ഇതന്നെയാണോ വരിക? പുതുതൊന്ന് വരുമ്പോൾ നിങ്ങൾ ചാടിപ്പോവും. ശരി, 5 മുതൽ 10 വരെ ചോദ്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകണ്ടോ? അത് വന്നു കഴിഞ്ഞാൽ പഠിക്കുക. വരാൻ പോകുന്ന പുതിയ ചോദ്യങ്ങൾക്ക് പിന്നാലെ പോയാൽ ഒരു ലോകം മുഴുവൻ പഠിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ പഠനം ദിശയില്ലാതെ നടുക്കടലിൽ അകപ്പെട്ട പോലെയാവുക. ഇത് തീരത്ത് കൂടെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഡ്രൈവിംഗാ നമ്മുടെ ലക്ഷ്യത്തേക്ക്. അല്ലാതെ നടുക്കടലിലൂടെ നടത്തുന്ന സാഹസിക യാത്രയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ സാഹസിക യാത്ര നടത്താൻ PSC പരീക്ഷ എന്ന് പറയുന്നത് കാറ്റും കോളും പിടിച്ച ഒരു പ്രക്ഷുബ്ധമായ കടലല്ല. അനാവശ്യ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. തീരത്ത് കൂടെ സേഫായിട്ട് യാത്ര ചെയ്താൽ പോയാൽ മതി. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒന്നും അല്ല എഴുതുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അവിടെ ശരിയാണ്, ഒരു വല്ലാത്ത കോളിലൊക്കെ മുള്ള, അല്ലെങ്കിൽ UPSCക്ക് അല്ല നിങ്ങൾ എഴുതുന്നത്, പ്രിലിംസിനൊന്നും അല്ലല്ലോ എഴുതുന്നത്. ഇപ്പോൾ ഒന്നിന്റെ സ്കോപ്പ് കണ്ട് പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് എത്താവുന്നതേ ഉള്ളൂ. കരയിൽ ദിശ അറിയാതെയാണ് പോകും. മറ്റത് അവിടെ പഠിക്കുന്നു, ഇവിടെ പഠിക്കുന്നു. ആ 10 ചോദ്യങ്ങളെ ഒഴിവാക്കിയേക്ക്, ഉപേക്ഷിച്ചേക്ക്. വരാവുന്ന 90 ചോദ്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കും. യെസ്, അപ്പൊ നോക്കൂ. അപ്പൊ അവിടെ ഞാൻ തിരിച്ചു പോകുന്നു. അപ്പൊ ഹോട്ട് ടോപ്പിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടേതായ സ്വന്തം നോട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഈ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ ഈ ചോദ്യം തന്നെ 2 തരത്തിൽ വരാറുണ്ട്. അതൊക്കെ SCRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഒറ്റയടിക്ക് വെറുതെ മുഷിപ്പായിട്ട് പഠിക്കുകയല്ല. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾ പ്രധാനപ്പെട്ട ടേബിളിലൂടെ ഒരു യാത്ര പോയി. ഇതിപ്പോൾ കറക്റ്റ് ടൈമാ. December 11 എക്സാം ഇല്ലാത്തവർ കൂടി SCRT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഇന്ന് പഠിച്ചു നോക്ക്. SCRT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഇന്ന് പഠിച്ചു നോക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചും ഒരു ധാരണ വന്നു കിട്ടി.
ആ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് അതിനെ നോട്ടായിട്ട് വികസിപ്പിക്കാം. അങ്ങനെ വികസിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീലം കർഷകരുടെ സമരം നിങ്ങൾ എവിടെ കാണും? ബംഗാളിൽ കാണും. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയെ ഇത് ബീഹാറിലാണല്ലോ ചമ്പാരൻ. അത് രണ്ടും വേറെയാണ്. ബംഗാളിൽ നടന്ന നീലം കർഷകരുടെ സമരം വേ, ചമ്പാരിൽ നടന്ന ബീഹാറിൽ ഗാന്ധിജി ഇടപെട്ട സത്യാഗ്രഹം റേ. ഇത് സത്യാഗ്രഹമാണ് ചമ്പാരനിൽ നടക്കുന്നത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ. മറ്റേതല്ല, നീലം കർഷക സമരമാണ്. കൃഷിയുടെ വാണിജ്യവൽക്കരണം കൊണ്ടാണ് രണ്ടു കൂട്ടരും ബുദ്ധിമുട്ടായത്. മറ്റോടത്ത് വിപ്ലവം തന്നെയാണ്, കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയാണ്, ഇവരുടെ ബ്രിട്ടീഷുകാർക്കെതിരായ സമരമാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ, ഗാന്ധിജി ഇടപെട്ട സമരമാണ്. ആ നീലം കർഷകരെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ കണ്ടു, നീലദർപ്പൺ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്നും കൂടി വിശദാലമായി പോകും. ആ നീലം കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലൂടെ മാത്രമല്ല, അവിടെ നിങ്ങളൊരു പാഠഭാഗം കാണും. എന്താ പാഠഭാഗം? ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക മുന്നേറ്റങ്ങൾ. അവിടെ നിങ്ങൾ കാണും ഭാരതമാത എന്നുള്ള ചിത്രം വരച്ചതാരാണ്, ഭാരതമാത എന്നുള്ള നാടകം എഴുതിയതാരാണ്. അവിടെ നിങ്ങൾ നീലദർപ്പൺ എന്നൊരു നാടകത്തെക്കുറിച്ച് കേൾക്കും. അവിടെ എഴുതിയിട്ടുണ്ടാവും നീലദർപ്പൺ, നീലം കർഷകരുടെ സമരത്തെ ആധാരമാക്കി രചിച്ച നാടകമാണ്. ആ പശ്ചാത്തലത്തിൽ ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ്. അപ്പൊ നിങ്ങൾ ഈ നീലം കർഷക സമരത്തെ വേറൊരു ടോപ്പിക്കാക്കി മാറ്റും. എങ്ങനെ? ബീഹാറിലെ നീലം കർഷകരുടെ സമരം അത് ഗാന്ധിജി ഇടപെട്ടതാണ്. 1917 ആദ്യത്തെ സമരമാണ്. ഒരു പോയിന്റായോ? ഒറ്റപ്പെട്ടില്ല. അത് എന്താണ്? തിങ്കാന്തിയ സമ്പ്രദവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്. കൃഷിയുടെ വാണിജ്യവൽക്കരണം മൂലം കർഷകർ ദുരിതത്തിലായത് കാരണമാണ്. അവിടെ കർഷകർക്ക് മുൻകൂറായി പൈസ കൊടുത്തിരുന്നു. ഇതൊക്കെ CRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളുടെ ഗസ്റ്റ് ഉണ്ടാവും നോട്ട്. നിങ്ങൾക്ക് ഒരാളോട് ഒരു ക്ലാസ് എടുക്കാൻ പറ്റാവുന്ന ഊരായിട്ടുണ്ടാവും അവിടേക്ക്. അതോട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ബീഹാറിൽ നീലം കർഷകരുടെ സമരം നടന്നിട്ടുണ്ട്. അപ്പൊ നീലം കർഷകരുടെ സമരം എന്ന് ചോദിച്ചാൽ ഇത് ബംഗാളിലായിരുന്നു. ബംഗാളിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് നീൽദർപ്പൺ എന്നുള്ള നാടകം, ദീനബന്ധു മിത്ര എഴുതിയ നാടകം, ആ നാടകത്തെ നിങ്ങൾ ഒരു ഭാഗത്ത് എഴുതി. 2 നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രീതിയിൽ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഉറച്ചു. കാരണം ഈ വിവരം നിങ്ങളാണ് സൃഷ്ടിച്ചെടുത്തത്. അറിവിന്റെ ഒരു പുനർനിർമ്മാണമാണ് നടക്കുന്നത്. ഇത് നിങ്ങളുടെ ഓർമ്മയെ അവിടെ കോൺക്രീറ്റ് ആയിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും ഈ രീതിയിലാണ് നടന്നു പോകുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. അടുത്തത് നിങ്ങൾ മറ്റൊന്ന് കാണാം. ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഗാന്ധിയുടെ സമരവുമായി ബന്ധപ്പെട്ട്, ഗാന്ധി ഇല്ലാത്ത PSC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഗാന്ധി ഇല്ലാത്ത ഇന്ത്യയില്ല. ഗാന്ധി ഇല്ലാത്ത PSC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വർഷം നിങ്ങൾ കാണും ഒരു PSC ക്വസ്റ്റ്യനിൽ 1917. ഉടൻ നിങ്ങൾക്ക് മനസ്സിലാവും, 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. പക്ഷേ ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകുന്നത് 1919 റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ്. അത് നേരെ ഒരു PSC ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 2 ചോദ്യങ്ങളും വ്യത്യസ്തമായി തന്നെ നിങ്ങളുടെ മനസ്സ് പതിയും. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. പക്ഷെ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവമാകുന്നത്, അല്ലെങ്കിൽ വളരെയധികം നേതൃത്വത്തിലേക്ക് എത്തുന്നത്, അത് നിങ്ങൾ പഠിക്കും റൗലറ്റ് ആക്ട്. അവിടെ നിന്ന് തുടർന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതിനെ തുടർന്ന് 1920 ഉണ്ടാകുന്ന നിസ്സഹകരണ പ്രസ്ഥാനം. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നുപോവില്ല. ഓക്കെ, ഇപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം ഏത്? അപ്പൊ നിങ്ങൾക്കറിയാം, നിരാഹാര സമരം വരുമ്പോൾ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്, ഗുജറാത്തിലാണ്. നേരത്തെ നീലം കർഷകരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത് അഹമ്മദാബാദ് മിൽ സമരമാണ്. പിന്നീട് നിങ്ങൾ കൂടുതൽ ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് എത്ര പേരെ കൊന്നൊടുക്കി? ഒരുപാട് ജനങ്ങളെ, 10% പേരെ കൊന്നൊടുക്കി. അപ്പൊ പ്ലേഗ് ബോണസ് നൽകിക്കൊണ്ട് തൊഴിലാളികളെ അവിടേക്ക് എത്തിച്ചവര് ബ്രിട്ടീഷുകാർ. അത് പിന്നീട് ആ പ്ലേഗ് ബോണസ് കൊടുക്കാത്തപ്പോൾ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മില്ലുടമകൾ ആവശ്യം അംഗീകരിച്ചു. മറ്റൊരു ചോദ്യം കാണാൻ നിങ്ങൾക്ക്, അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ നിഗമിച്ച
വനിതാ നേതാവാര്? അനസൂയ സാരാഭായ്. ഇതൊക്കെ തന്നെ മുൻകാല PSC ചോദ്യങ്ങളിൽ വന്നതാണ്. നിങ്ങളുടെ നോട്ട് അവിടെ വികസിച്ചു. നിങ്ങളാണ് ആ നോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ പലതവണ ഒരു ചോദ്യം കാണുമ്പോൾ അതേ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ റിവിഷൻ തന്നെത്താൻ നടക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം തുടക്കത്തിന് മെല്ലെ പോവുള്ളൂ, പക്ഷെ പിന്നീട് നിങ്ങൾ ദ്രുതഗതിയിലേക്ക് എത്തും. പക്ഷെ പഠിച്ചത് ഉറച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും അതിൽ. ഓക്കെ, അപ്പോ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ മീററ്റ് സമരമില്ല, ഹോം റൂൾ സമരമില്ല. ഹോം റൂൾ സമരത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഹോം റൂൾ സമരം 1916 ബാലഗംഗാധര തിലകനും ആനി ബെസന്റുമാണ്. അതൊക്കെ തന്നെ ഈ SCERT ബോക്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നീട് മുൻകാല ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആനി ബെസന്റ് മദ്രാസിലായിരുന്നു, അടയാറിലാണ് തുടങ്ങിയത്. ബാലഗംഗാധര തിലകൻ എവിടെയായിരുന്നു? ബാലഗംഗാധര തിലകൻ തുടങ്ങിയത് പൂനെയിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. പിന്നീട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹോം റൂൾ പ്രസ്ഥാനം, പിന്നെ നിങ്ങൾ പഠിക്കും അയർലൻഡിൽ നിന്നാണ് ഹോം റൂൾ എന്നുള്ള ആശയം കടം കൊണ്ടത്. ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ, അനാവശ്യമായിട്ട് ഒറ്റ കാര്യം നിങ്ങൾ പഠിക്കില്ല അവിടെ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും SCERT ബൗണ്ടഡ് ആയിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ പഠിക്കേണ്ട കാര്യം വളരെ ചുരുങ്ങിയത്, നിങ്ങൾ അതിൽ നോട്ടുണ്ടാക്കി എടുക്കുന്നു. നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നുപോയി, വളരെ ക്യുക്കായിട്ട് കടന്നുപോയി. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ മുക്കും മൂലയൊക്കെ പരിചയമായി. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായി. എന്തിനാണ് കടന്നു പോകുന്നത്? ഇതാണ് ആദ്യത്തെ സർവേ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കല്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യനെ കണ്ടുപിടിക്കുന്നത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ പോയിട്ട്, ഞാൻ പിന്നീടാണ് പറയുന്നത്, പിന്നീട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുസ്തകം പരതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലട്ടാ. ഇത് ലോകത്തെമ്പാടുമുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് SQR3. മാത്രമല്ല ഇത് അമേരിക്കൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ഒരുപാട് കാലം മുമ്പ് 1800കളിൽ വികസിപ്പിച്ചെടുത്തൊരു സാധന. ഇത് ഫലപ്രദമായിട്ട് കടന്നു പോകുന്നു. എന്നിട്ട് അടുത്ത് എന്താ? നിങ്ങൾ സർവേ കഴിഞ്ഞു, ഇനി അടുത്ത് ക്വസ്റ്റ്യനിലേക്ക് കടന്നു. ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെയാണ് വ്യത്യാസം. നിങ്ങളുടെ തലച്ചോറ് എന്താ ചെയ്യുന്നത് നോക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു അതിഥി വന്നു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അയാളെ പെട്ടെന്ന് പറഞ്ഞയക്കാനല്ലേ നോക്കുക. എന്താ കാരണം? നിങ്ങളുടെ വീട്ടിൽ ആകെ വൃത്തികേടായി കിടക്കുകയായിരിക്കും. നിങ്ങൾ അയാൾ വരുന്നതിനെ കുറിച്ചിട്ട് ഒട്ടും ഒരുക്കത്തിലല്ല. നിങ്ങൾക്ക് വേണ്ട അടുത്തപ്പെട്ട ഒരാളല്ല, പരിചയമില്ലാത്ത ഒരാളല്ല വരുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾക്കാണെങ്കിൽ അന്ന് ഒരുപാട് എന്തുണ്ടായിരിക്കും? ടൈറ്റ് ഷെഡ്യൂളും ആയിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും അയാൾ പോയി കഴിഞ്ഞ് നിൽക്കട്ടെ. അതേസമയം നിങ്ങൾ അയാളെ ക്ഷണിച്ചു വരുത്തുകയാണെങ്കിലോ? അപ്പൊ അയാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം, അയാൾക്ക് ചെലവഴിക്കാനുള്ള സമയം ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതന്നെയാണ് തലച്ചോറിന്റെയും സ്ഥിതി. ഇവിടെ നിങ്ങളൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുകയാണ്. അല്ലാതെ ഉത്തരം വെറുതെ നിങ്ങൾ ക്ഷണിക്കാത്തത് കയറി വന്നിരിക്കുകയല്ല, ആകസ്മികമായി കണ്ടുമുട്ടല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ പരിചയമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ അല്ലെ, ഒരുപാട് അതിഥികൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണം വരുന്നുണ്ട്, നമ്മുടെ വീടിന്റെ മുക്കും മൂലയൊക്കെ നിങ്ങൾ അടിച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കില്ലേ? അപ്പൊ എല്ലാത്തിനും ഓർഡർ വരില്ലേ? ആ ഓർഡറിലൂടെ കടന്നു പോകും. നിങ്ങൾ ഈ ചോദ്യത്തെ നോക്കുമ്പോൾ ആ SCERT പാഠഭാഗത്തിലെ മറ്റു പല ഭാഗങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. ഒരു അന്വേഷണം നടക്കുകയാണ്, സ്ലോ ആയിരിക്കും, പക്ഷേ സ്പീഡ് കൂടും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്പീഡിലെത്തുമ്പോൾ, ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഏറ്റവും വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള ഏറ്റവും മെച്ചമായ വഴിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഹോം റൂൾ സമരം എന്താണെന്ന് അറിയാം, മീററ്റ് സമരം എന്ന് പറയുന്ന ഒരു സമരത്തെ കുറിച്ച് അറിയാം, ചമ്പാരൻ സമരവും ഗേദ സമരവുമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ, ഈ ടേബിളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ടേബിൾ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിസ്സഹകരണ സമരം 1920, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, നികുതി നൽകാതിരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. നോക്കൂ, ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട വന്ന ചോദ്യം നോക്കൂ. ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇങ്ങനത്തെ പോയിന്റില. 1920 നിസ്സഹകരണ സംഭവങ്ങളിൽ നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക.
ഈ ചോദ്യവും ഇതിനോട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം നികുതി നൽകുക എന്നുള്ളത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം നികുതി നൽകാതിരിക്കുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. നികുതി നൽകാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്നും ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരാൾ പറഞ്ഞത് പുതിയ ചോദ്യം, അതൊരു പുതിയ ചോദ്യമല്ല. ആ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 2 മാത്രമാണ് തെറ്റ്. നികുതി നൽകാതിരിക്കലായിരുന്നു, നികുതി നൽകുക എന്നുള്ളതല്ല. അപ്പൊ അവിടെ ഒന്നും കൂടി ഉറക്കുകയാണ് ഈ ചോദ്യം കാണുമ്പോൾ. മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട വരുന്നൊരു ചോദ്യം നോക്കൂ. നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നിസ്സഹകരണ സമരമാണ്. 1920. 3 കാലഘട്ടങ്ങളാണ് കോൺഗ്രസിന്റെ കാലഘട്ടങ്ങൾ. ആ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ നോക്കി നോക്കുള്ളൂ. 3 കാലഘട്ടങ്ങളുണ്ട് കോൺഗ്രസിന്, ദേശീയ പ്രസ്ഥാനത്തിന്. ഗാന്ധി വന്നോടുകൂടിയാണ് അതൊരു ബഹുജന രൂപമായിട്ട് മാറുന്നത്, ബഹുജന സംഘടനയായിട്ട് മാറുന്നത്. പിന്നീട് 1919 റൗലറ്റ് ആക്ട്, അതിനെ തുടർന്നുണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതാണ് നിസ്സഹകരണ സമരത്തിൽ കലാശിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ്, ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ ആ പ്രദേശത്ത് ഒതുങ്ങി നിന്നാണ്. ഓക്കെ, നിസ്സഹകരണ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷേ മുൻകാല ചോദ്യങ്ങളിൽ വരും. അപ്പൊ നിങ്ങൾക്കറിയാം 1920 അതിനുവേണ്ടി ഒരു പ്രത്യേക സമ്മേളനം കൽക്കട്ടയിൽ കൂടി. 1920 നാഗ്പൂരിൽ വെച്ച് നടത്തിയ വാർഷിക സമ്മേളനത്തിനാണ് ഇത് അംഗീകാരം നൽകുന്നത്. ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗരാ സംഭവം. നിങ്ങൾ കാണും, പിന്നെ നിങ്ങൾ പോകുമ്പോൾ കാണും ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിയുമായി രവീന്ദ്രനാഥ ടാഗോറിനുള്ള അഭിപ്രായ വ്യത്യാസം മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് കാണാൻ മനസ്സിലാകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുപോയി. ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ സമരം പിൻവലിച്ചതിൽ പ്രതിഷേധ സൂചകവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വേർപെട്ടു പോയ മറ്റു ചില ആളുകൾ ഒരു പാർട്ടി സ്ഥാപിക്കുന്നു, സ്വരാജ് പാർട്ടിയുടെ ഉദയം. അങ്ങനെ പലതും നിങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മെല്ലെ 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 നിങ്ങളുടെ അറിവ് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. ആവശ്യമായത് മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ, അനാവശ്യമായിട്ടുള്ളത് പഠിക്കുന്നില്ല. അപ്പോൾ 1920 നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട ആ ചോദ്യം നമ്മൾ കണ്ടു. ഇനി നോക്കൂ, സംഘടനകൾ ഞാനിവിടെ തന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ സംഘടനകളുടെ തന്നിട്ടുള്ളത് സാക്ഷരതാ മിഷന്റെ 10ാം ക്ലാസ്സിലെ പാഠത്തിൽ നിന്നാണ്. ബ്രഹ്മസമാജം, ആര്യ സമാജം, രാമകൃഷ്ണ മിഷൻ, അലിഗഡ് പ്രസ്ഥാനം, സത്യശോധക് സമാജം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന യോഗം. നോക്കൂ, ഈ ചോദ്യം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ എന്ന് വരും. നിങ്ങളിത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം അലിഗഡ് പ്രസ്ഥാനം ഇങ്ങനെയും വന്നിട്ടുണ്ട് കേട്ടോ ചോദ്യം. മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചതാര്? അപ്പൊ അലിഗഡ് പ്രസ്ഥാനമാണത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. പക്ഷെ പിന്നീട് നിങ്ങളൊരു ചോദ്യം കാണും, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാര്? അത് നിങ്ങൾക്ക് കാണും സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പൊ നിങ്ങൾ അലിഗഡ് പ്രസ്ഥാനത്തെയും അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനെയും ഒന്നിപ്പിക്കും, കണക്റ്റഡായി. അപ്പൊ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നൊരു ചോദ്യം കാണും, അതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ഇവിടെ വർഷം തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വർഷം കിട്ടി 1875 മുൻകാല ചോദ്യത്തിൽ കാണും. ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. പിന്നീടാണ് ഇത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറും. ഇനി നോക്കൂ, അടുത്തത് നിങ്ങൾ വേറൊരു അലിയെ കാണും. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതിനെക്കുറിച്ച് നിങ്ങൾ കാണും. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ നേതാക്കന്മാർ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണെന്ന് നിങ്ങൾ കാണും. മഹാത്മജിയുടെ ശേഷിയുള്ള 2 കരങ്ങൾ എന്നറിയപ്പെട്ടത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണെന്ന് നിങ്ങൾ പിന്നീടൊരു ചോദ്യത്തിൽ കാണും. ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17 കാണും. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയാണെന്ന് നിങ്ങൾ മുൻകാല ചോദ്യത്തിൽ കാണും. റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കുകയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്ത നേതാവ് ഗാന്ധിജിയാണെന്ന് മനസ്സിലാക്കും. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം 1920 നിങ്ങൾക്ക് ധാരണ വന്നു. ആ ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത് 1919 റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ ജാലിയൻ വാലാബാഗിലെ അമൃത്സറിൽ നടന്ന സമ്മേളനം, അതിനെ തുടർന്നുണ്ടായ കൂട്ടക്കൊല, ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഹിന്ദു മുസ്ലിങ്ങളിൽ ഐക്യമുണ്ടാകുന്നു.
ആ ഐക്യത്തെ തുടർന്നു വരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ഇതൊക്കെ ഒരൊറ്റ ബ്ലോക്കായി നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ ആ കൊല്ലങ്ങളൊക്കെ എന്ത് ചെയ്തു? ഒരു ചങ്ങലക്കിട്ട് കെട്ടി നിങ്ങൾ. 19 ജാലിയൻ വാലാബാഗ്, 20 ഖിലാഫത്ത്, 20 നിസ്സഹകരണ പ്രസ്ഥാനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് 1920. എന്നാണ് നിസ്സഹകരണം? അതും 1920. എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? 1919. കണക്ട് ചെയ്തിട്ട് സ്ട്രോങ് ആയി നിൽക്കല്ലേ. നിങ്ങൾ പലപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഇനിയോ നിങ്ങൾ കേരളത്തിലെത്തുമ്പോൾ, കേരളത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് മലബാർ കലാപം 1921 പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെയും നിങ്ങളുടെ കാര്യത്തിൽ എന്തായി മാറി? ഈസി ആയിട്ട് മാറി. ഓക്കെ, ഇനി നോക്കൂ, വർത്തമാന പത്രങ്ങൾ വരാറുണ്ട്. ബാലഗംഗാധര തിലക, കേസരി മറാത്ത, മിസ് ആനി ബസന്റ്, ന്യൂ ഇന്ത്യ കോമൺവീൽ, മഹാത്മാഗാന്ധി, ഏതൊക്കെയാ? യങ് ഇന്ത്യ, ഹരിജൻ, മൗലാന അബ്ദുൽ കലാം, അൽ ഹിലാൽ. ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് പത്രങ്ങളെക്കുറിച്ചും അതുപോലെ അന്നത്തെ കാലത്തെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചും സാഹിത്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ SCERT ടെക്സ്റ്റ് ബുക്ക് വളരെ വിശദമായി പറയുന്നു. അവിടേക്ക് നിങ്ങൾ പിന്നീട് പോകും. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം കേസരി. നോക്കൂ, ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? മറാത്ത. രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പഠനത്തിന്റെ ശൈലി എന്ന് പറയുന്നത് എങ്ങനെ പോകണം? നിങ്ങളുടെ പഠനത്തിന്റെ ശൈലി രൂപപ്പെട്ടു വരേണ്ടത് നിങ്ങളായിട്ടാണ്. ക്ലിയർ? നിങ്ങൾക്ക് ഈ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് ഒരു ധാരണ വേണം. അതിന് ഈ ഡിസംബർ 11 നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഉണ്ടെന്ന് കരുതുക. SCERT ടെക്സ്റ്റ് ബുക്കിലെ ബ്ലോക്കുകളിലൂടെയും പെട്ടിയിലാക്കപ്പെട്ട വസ്തുതകളിലൂടെയും കളങ്ങളിലൂടെയും ഒന്ന് കടന്നു പോവുക. അതിൻ്റെ നോട്ട് ഉണ്ടാക്കുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് റിവിഷനും ഗുണകരമായ ഒരു കാര്യമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ പറയുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അവസാനം വരെ കണ്ടവർ, നിങ്ങൾക്ക് SQR3 മെത്തേഡ് വേണമോ വിശദമായി? നമുക്ക് പിന്നീട് ഡിസംബർ 11 എക്സാം കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ട് തരാം. എങ്ങനെയാണ് SQR3 മെത്തേഡ് വെച്ച് പഠിക്കുക, എങ്ങനെയാണ് പഠനത്തെ വിശാലമാക്കുക. നമുക്കൊരു ചെറിയ സബ് ടോപ്പിക് എടുത്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞ് ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി എടുത്തു തരാം, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് എടുത്തു തരാം, ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിൽ വെച്ചിട്ട് പറഞ്ഞുതരാം. ഒരു ചെറിയ സബ് ടോപ്പിക്. ആ സബ് ടോപ്പിക്കിലെ കോളം എന്താണ്? പിന്നീട് നിങ്ങൾ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ നോട്ട് എങ്ങനെ വികസിക്കും, നിങ്ങൾക്ക് അതിലേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ നോട്ട് മനോഹരമാക്കി മാറ്റാൻ പറ്റുക. 1-2 സബ് ടോപ്പിക്കുകൾ എടുത്തിട്ട് പിന്നീട് അതെങ്ങനെയാണ് സെപ്പറേറ്റ് 2 നോട്ടുകളായി മാറുക. പിന്നീട് യഥാർത്ഥ പഠനം കഴിഞ്ഞ് ശരിക്കും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിവിഷൻ അത് ഉപയോഗിച്ച് എങ്ങനെ നടത്താം. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് സമയം വേണ്ടി വരും. ഈ സമയം ഒന്നുമില്ലാതെ തന്നെ ഇതേ രീതിയിൽ പഠിച്ചു പോകുന്ന രീതിയാണ് നമ്മുടെ കോഴ്സുകളിലുള്ളത്. കോഴ്സുകളിലാവുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. അവിടെ ഈ പഠിക്കുന്നത് നിങ്ങളാണ്, നോട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. പക്ഷേ ഈ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വലിയൊരു സമയം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരില്ല. ഓക്കെ, താങ്ക് യു ആൾ. ഇപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിലുള്ള ഒരു പഠന ദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.